ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ചാക്കിലെ ചേമ്പ് കൃഷിയെക്കുറിച്ചാണ്. മുറ്റം അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലകൾ മാത്രം ഉപയോഗിച്ച് ₹1 പോലും ചെലവില്ലാതെ എങ്ങനെ ചാക്കിൽ ചേമ്പ് കൃഷി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. മുമ്പ് കൃഷി ചെയ്ത ചേമ്പിൻ്റെ കണ്ടയാണ് ഇതിനായി ഉപയോഗിച്ചത്. വിളവെടുത്ത സമയത്ത് തന്നെ കരിയില നിറച്ച ചാക്കിൽ വെച്ച് ആഴ്ചയിൽ 2 തവണ നനച്ചു കൊടുത്തു. അല്ലെങ്കിൽ നടാൻ പറ്റുന്ന സമയം അത് ചീഞ്ഞു പോകും. മെയ് ജൂൺ മാസമാണ് ചേമ്പിന് ഏറ്റവും അനുയോജ്യം. ചെറുചേമ്പ്, ഞൊട്ടിച്ചേമ്പ്, പാൽച്ചേമ്പ് എന്നീ പല പേരുകളിലും പല സ്ഥലങ്ങളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് ചേമ്പും കാന്താരി ചതച്ചതും. പിന്നെ ഇതുകൊണ്ട് മോരുകറിയും പുഴുക്കും ഉണ്ടാക്കാറുണ്ട്. നടുന്ന സമയത്ത് കരിയിലല്ലാതെ യാതൊരു വളവും ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് വളം ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് കടലപ്പിണ്ണാക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ ചാക്ക് 2 വർഷമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ 1 വർഷം പോലും കിട്ടുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എൻ്റെ ചാക്കൊക്കെ ദ്രവിച്ചു പോയിരിക്കുന്നത്. സ്ഥലമില്ലാത്തവർക്കും വീട്ടിലെ കരിയില വെറുതെ കളയാതെ ഇതുപോലെ ചാക്കിൽ മികച്ച രീതിയിൽ ചേമ്പ് കൃഷി ചെയ്യാം. കരിയില ദ്രവിച്ച് ഉണ്ടാകുന്ന കമ്പോസ്റ്റ് ചേമ്പിൻ്റെ കിഴങ്ങുകൾ വലുതാകാൻ വളരെ നല്ലതാണ്. മണ്ണ് ഉറച്ചു പോകാതെ അയഞ്ഞു നിൽക്കാൻ കരിയില സഹായിക്കുന്നത് കൊണ്ട് ധാരാളം കിഴങ്ങുകൾ ഉണ്ടാകുകയും ചെയ്യും. കുറഞ്ഞ പരിചരണം മാത്രം മതി. കീടനാശിനികളോ രാസവളങ്ങളോ ഇതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് തികച്ചും ഓർഗാനിക്കായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.